Hi friends, welcome to Varma's Ruchi World. എല്ലാവർക്കും ഉണ്ണിയപ്പം ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മളിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അവതരിപ്പിക്കുന്നത്. ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മളിവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ചക്കപ്പഴം കൊണ്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പം. നമ്മൾ ആദ്യം തന്നെ ഉണ്ണിയപ്പത്തേക്കുള്ള നാളികേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചേക്കണത്. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് നാളികേരക്കൊത്താണ് എടുത്തേക്കണത്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ നാളികേരം ചെറിയൊരു ബ്രൗൺ കളർ വന്നു തുടങ്ങുന്നുണ്ട്, നിറം മാറി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് എള്ള്, ഞാൻ ഇവിടെ ഒരു 1 ടീസ്പൂൺ എള്ളാണ് എടുത്തേക്കണത്. എള്ള് നമുക്ക് ചേർക്കാം. നമുക്ക് ഇനി എള്ള് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. എള്ള് മൂപ്പായി എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ എള്ള് നന്നായിട്ട് പൊട്ടും. അപ്പോൾ എള്ള് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കറിയാം എള്ള് മൂത്ത് തുടങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എള്ളിൻ്റെ പൊട്ടൽ കഴിയുമ്പോഴേക്കും നാളികേരവും നമ്മുടെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ എള്ളൊക്കെ പൊട്ടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാളികേരവും നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പത്തേക്ക് വേണ്ട ശർക്കരപ്പാനിയാണ് തയ്യാറാക്കാൻ പോണത്. അപ്പം ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യാണ്. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശർക്കര ചേർക്കാനാണ്. ഞാനിവിടെ ഒരു 400 ഗ്രാം ശർക്കരയാണ് എടുത്തേക്കണത്. നമ്മൾ 1/2 കിലോ ആണ് നമ്മൾ പൊടി എടുത്താക്കണത്. അപ്പോൾ നമ്മൾ 1/2 കിലോ പൊടി എടുക്കുമ്പോൾ എപ്പോഴും അതിനൊക്കെ കുറച്ച് കുറവ് മതി ശർക്കര. അതുകൊണ്ടാണ് ഞാൻ ഒരു 400 ഗ്രാം എടുത്തിട്ടുള്ളൂ ശർക്കര. അതുപോലെ ചക്ക നമ്മൾ വരട്ടിയ ചക്കയാണ് എടുക്കുന്നത്. ആ ചക്ക വരട്ടിയപ്പോഴും അതിൽ അത്യാവശ്യം ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു മധുരം മതിയായിരിക്കും, നല്ല മധുരം ഉണ്ടാവും അപ്പത്തിന്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഞാൻ ഇവിടെ എടുത്താക്കുന്നത് 2 കപ്പ് അരിപ്പൊടിയാണ്. ഒരു 1/2 കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഞാൻ ഗോതമ്പ് പൊടിയും മൈദയും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ മൈദ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മൈദ ഉപയോഗിച്ചത്. മൈദ വേണ്ടാന്നുള്ളവർക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി ഞാൻ 1 കപ്പ് ചക്ക വരട്ടിയതാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഇത് നന്നായിട്ട് ശർക്കരയും നെയ്യൊക്കെ ചേർത്ത് വരട്ടിയെടുത്ത ചക്കയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 ടീസ്പൂൺ ജീരകം. നമുക്ക് ആദ്യം ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചക്ക വരട്ടിയേക്ക് അരിപ്പൊടിയും മൈദപ്പൊടിയും അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ജീരകവും 1 നുള്ളു ഉപ്പും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണ ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കേണ്ട ഫുള്ള് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കിയിട്ട് വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് പിന്നെ ചേർക്കാം. ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവിൻ്റെ കറക്റ്റ് പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഡലി മാവിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് ഉള്ള ഒരു ബാറ്ററാണ് വേണ്ടത്.
വല്ലാണ്ട് ലൂസായിട്ടുള്ളൊരു ബാറ്ററും ഉണ്ണിയപ്പത്തിന് യോജിക്കില്ല, അതുപോലെ തന്നെ നല്ല കട്ടിയുള്ളൊരു ബാറ്ററും യോജിക്കില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇഡലി മാവിനേക്കാളും കുറച്ചും കൂടി കട്ടി കൂടുതലുള്ള ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട്. നമ്മൾ ബാറ്റർ റെഡിയാക്കുമ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടില്ല ഉണ്ണിയപ്പത്തിൻ്റെ. അതുപോലെ തന്നെ കട്ടി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളു വേവുമില്ല. ഇനി നമുക്ക് ഈ മാവിക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ നാളികേരക്കൊത്തും എള്ളും ചേർന്നുള്ള മിക്സ് നമുക്ക് ചേർക്കാം. നമുക്കൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഈ മാവൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി നിങ്ങൾ പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ഗുഡ് ബൈ.